കേന്ദ്ര മന്ത്രിസഭയുടെ രൂപീകരണം, അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി റെസിഗ്നേഷൻ കൊടുത്തു ആസ് ഫോർമൽ. അപ്പം അതിനുശേഷം NDA നേതാക്കൾ പോയി പ്രസിഡൻറ്റിനെ കണ്ടിട്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ വേണ്ടി പറയും. കാരണം അവരുടെ അംഗബലം കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ, കാരണം ഒരു ഫോർമാലിറ്റിയാണ്, അതിൻ്റെ പാർട്ട് പോകുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായ ചന്ദ്രബാബു നായിഡു, അതേപോലെ നിതീഷ് കുമാർ, അപ്പോൾ അവരുടെ പ്രധാന ഡിമാൻഡ് എന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിസഭയിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകാൻ പാടില്ല. ഇതാണ് അവരുടെ ഒന്നാമത്തെ ഡിമാൻഡ്. അപ്പം അത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അമിത്ഷാ മുഖാന്തരമാണ് പല സ്റ്റേറ്റുകളിലും പല പാർട്ടികളിലെ പല MLA-മാരെ അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, അവസാനം ഇവർ മറിയുന്നു, അവസാനം ഇവരെല്ലാം കൂടെ BJP-യിലാകുന്നു. ഇത് അങ്ങനൊരു സംഭവം പല ആവർത്തി പല സ്റ്റേറ്റുകളിലും ഉണ്ടായതിൻ്റെ പേരിൽ അവർ പറയുന്ന കർണാടക, ഗോവ, അങ്ങനെ മധ്യപ്രദേശ്, അങ്ങനെ പല സ്റ്റേറ്റുകളും ഓരോന്നായിട്ട് ഇവർ പറയുന്നത്. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഇതിൻ്റെ പിറകിലൊക്കെ നിന്ന് കളിച്ചത് അമിത്ഷായാണ്, ഇൻക്ലൂഡിങ് മഹാരാഷ്ട്ര പോലും. അതുകൊണ്ട് അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാകാൻ പാടില്ല. അതായത് പറയുന്നത് ഇതിൻ്റെ പുറകിലൊക്കെ നിന്ന് കളിക്കുകയും ചാണക്യനായിട്ട് പ്രവർത്തിച്ച അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ പാർട്ടി, അതായത് ചന്ദ്രബാബു നായിഡു TDP ആണെങ്കിലും ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും, അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണെങ്കിലും അവരുടെ MLA-മാരെ MP-മാരെ ഇങ്ങോട്ട് വളച്ച് ആ പാർട്ടി തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഘടകകക്ഷികളായ പ്രധാനപ്പെട്ട പാർട്ടികൾ തന്നെ ഇല്ലാതാകാനും ഈ ബന്ധം ഉലച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പല രീതിയിലുണ്ടാകാം. MLA-മാരെ കൊണ്ടുപോകാം, MP-മാരെ കൊണ്ടുപോകാം. അതുകൊണ്ട് അമിത്ഷായെ ആ ഒരു പോസ്റ്റിന്, അതായത് ആഭ്യന്തരമന്ത്രിയായിട്ട് പരിഗണിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് രണ്ട് പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി അമിത്ഷായുമായിട്ട് ചർച്ച നടത്തുക. കാരണം ഇതിൻ്റെ സീരിയസ് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അപ്പം അവരുടെ സജഷൻ എന്ന് പറയുന്നത്, ഇപ്പം BJP-ന്നാണെങ്കിൽ അമിത്ഷായ്ക്ക് പകരം ആഭ്യന്തരമന്ത്രിയാകാൻ ഗഡ്കരിയാണ് യോഗ്യൻ. ഗഡ്കരി അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ BJP-യുടെ പുറത്തു നിന്നാണെങ്കിൽ അത് നിതീഷ് കുമാർ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാകണം. അതാണ് അവരുടെ ഒരു ആവശ്യം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിതീഷ് കുമാറിന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർഷിപ്പും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ പോർട്ട്ഫോളിയോയും, ഇത് രണ്ടുമാണ് ഇവർ പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. അതേപോലെ ചന്ദ്രബാബു നായിഡുവിന് മറ്റൊരു ഡിമാൻഡുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റായിരുന്നു 2015 ആന്ധ്രാപ്രദേശിൻ്റെ ഡിവിഷനെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി, ഏകദേശം 10 വർഷമായി അതിൻ്റെ ഡിവിഷനായിട്ട്. അപ്പം പുതിയൊരു ക്യാപിറ്റൽ വേണം. അതിന് അമരാവതി, അതായത് കൃഷ്ണ നദിയുടെ തീരത്ത് അമരാവതിയാണത് ചൂസ് ചെയ്ത് സിംഗപ്പൂർ കമ്പനിക്ക് കൊടുത്തിരുന്നതാണ്. അത് മുഴുവനും ഡിസൈൻ ചെയ്ത് എക്സിക്യൂഷൻ നടത്തുവാൻ വേണ്ടി. പിന്നെ അതിനുശേഷമാണ് ജഗൻ മുഖ്യമന്ത്രിയായിട്ട് കംപ്ലീറ്റ് അത് സ്ക്രാപ്പ് ചെയ്തിട്ട് 3 തലസ്ഥാനങ്ങൾ, കുർണൂൽ, വിശാഖപട്ടണം, അമരാവതി, അങ്ങനെ 3 ക്യാപിറ്റൽ ആ പ്രപ്പോസലുമായിട്ട് വരുന്നു. പിന്നെ അത് പൂർണ്ണമായിട്ട് നടന്നൊന്നുമില്ല. അപ്പം അതിനു വേണ്ടി അമരാവതിയുടെ ക്യാപിറ്റൽ ഇതിനു വേണ്ടി ഏകദേശം 58,000 കോടിയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരുന്നത്, കോൺട്രാക്റ്റ്. അതിനെ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കണം. ഇതാണ് മറ്റൊരു ഡിമാൻഡ് അവർ പറയുന്നത്. അത് ചന്ദ്രബാബു നായിഡുവിൻ്റെ മറ്റൊരു ഡിമാൻഡ്. അതേപോലെ തന്നെ ഫിനാൻസിൻ്റെ പോർട്ട്ഫോളിയോ, പ്രധാനപ്പെട്ട മേജറായിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ BJP-യുടെ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായ ചന്ദ്രബാബു നായിഡുവിനോടും അതേപോലെ തന്നെ നിതീഷ് കുമാറിനോടും ഡിസ്കസ് ചെയ്തിട്ടേ പേരുകൾ നോമിനേറ്റ് ചെയ്യാവൂ. ഇതാണ് അവരുടെ വേറൊരു ഡിമാൻഡ്. കാരണം ഇവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾ ആ പോസ്റ്റിലോട്ട് വരുന്നതിനോട് ഇവർക്ക് എതിർപ്പാണ്. അപ്പം ആന്ധ്രയുടെ ഇൻട്രസ്റ്റ് അറിയാം. അപ്പം ചന്ദ്രബാബു നായിഡുവിന് പല ഇൻട്രസ്റ്റുകളുണ്ട്. ബേസിക്കലി അദ്ദേഹം ഈ ഹൈദരാബാദ് എന്ന് പറഞ്ഞ സിറ്റിയെ ബിൽഡപ്പ് ചെയ്ത ഒരാളാണ്. കാരണം അദ്ദേഹം ഒരു CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ചീഫ് മിനിസ്റ്ററേക്കാൾ ഉപരി.
അപ്പം അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശ് ബിൽഡപ്പ് ചെയ്തേ മതിയാകത്തുള്ളൂ. അപ്പം അതിന് പറ്റിയ മന്ത്രിമാരായിരിക്കണം, അദ്ദേഹം പറഞ്ഞാൽ അത് കേൾക്കുകയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നവരും വേണം. അതേപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ ഡിമാൻഡാണ്. അല്ലാതെ BJP മാത്രം തീരുമാനിച്ചൊരു കാര്യം ഉറപ്പിച്ചു പോകുന്നതിനോട് അവർക്കും താല്പര്യമില്ല. കാരണം പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോയും കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ ഇവരോടുകൂടി ചോദിച്ചിട്ട് മാത്രമേ മന്ത്രിമാരെ പോലും തീരുമാനിക്കാൻ പാടുള്ളൂ എന്നതാണ് അടുത്ത ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡിമാൻഡ്. അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ്, അങ്ങനെ പ്രധാനപ്പെട്ട ചില ഇഷ്യൂകളുണ്ട്. കാരണം BJP കൊടുത്തിരിക്കുന്ന പ്രോമിസും ഇതൊക്കെ തന്നെ ശരിക്കുമുള്ള ഡിസ്കഷനിൽ കൂടെ മാത്രമേ നടത്തുവാൻ പറ്റുള്ളൂ. അതായത് പ്രധാനമന്ത്രിയും അവരുടെ BJPയും മാത്രം തീരുമാനിക്കാൻ പാടില്ല. അത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ CAA പ്രശ്നം സുപ്രീം കോടതി കിടക്കുകയാണ്, അതിൻ്റെ ആർഗ്യുമെൻ്റൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഇന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരുന്ന നിലപാടിൽ നിന്നും മാറുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന രണ്ടുപേരും ഈ ആൻറ്റി മുസ്ലിം സംഭവമൊന്നുമല്ല, രണ്ടുപേരും സെക്യുലർ രീതിയിലുള്ളവരാണ്. കാരണം ചന്ദ്രബാബു ആണെങ്കിലും നിതീഷ് കുമാറാണ്. കാരണം അവർക്ക് അവരുടെ സ്റ്റേറ്റിൽ കിട്ടിയിരിക്കുന്ന സപ്പോർട്ടാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നിലപാടുണ്ട് മുസ്ലിങ്ങളെ മാറ്റിയുള്ള CAA. അപ്പോൾ അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട്. ഇതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തി വേണം സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വക്കീലന്മാർ പോകാൻ പാടുള്ളൂ എന്നതും അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ പല റിഫോംസ്, എക്കണോമിക് റിഫോംസ് ആണെങ്കിലും സോഷ്യൽ റിഫോംസ് ആണെങ്കിലും ഇതിനൊക്കെ പഴയ പോലെയുള്ള ഒരു ആ സംഭവം ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പലയിടത്തും ഇവർ കയറി തടയിടും. അതായത് ഒരു കാരണവശാലും ഒരു ആൻറ്റി രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള സംഭവങ്ങളോ അങ്ങനെയുള്ള പ്രസ്താവനകൾ പോലും ഇവർ കയറി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇവരത് കൺട്രോൾ ചെയ്യും. കാരണം ഇവരുടെയും കൂടെ പ്രധാനപ്പെട്ട പിന്തുണയിലാണ് മോദി ഗവൺമെൻറ് മൂന്നാമത് അധികാരത്തിൽ വരുന്നത്. അതായത് സ്ട്രക്ചർ മാറും. അതായത് ഗവൺമെൻറ്റിൻ്റെ ആ ഫുൾ ഫേസായിട്ട് മുന്നോട്ട് പോകുന്ന ആ രീതിക്ക് മാറ്റങ്ങളുണ്ടാകും, തീരുമാനങ്ങളിലും മാറ്റങ്ങളുണ്ടാകും. ഇതൊക്കെയാണ് ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം. അതേപോലെ ഇവർ ചോദിച്ചിരിക്കുന്ന പോർട്ട്ഫോളിയോ ഒക്കെ രസകരമായ പോർട്ട്ഫോളിയോ ആണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ പോർട്ട്ഫോളിയോ ചോദിച്ചിരിക്കുക, അതായത് സർഫേസ് ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതൊരു ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്ട്രിയാണ് നിയന്ത്രിക്കുന്നത്. അത് താല്പര്യം. കാരണം ഇവരെ ഒന്നും പിണക്കാൻ പാടില്ല. അതായത് ഇപ്പം കുമാരസ്വാമി, അദ്ദേഹത്തിന് കൊണ്ട് 2 പേര്, അതായത് കർണാടക പാർട്ടി. അതേപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെ, അയാൾക്കും ഉണ്ട്. ഇപ്പം ഇവർക്കൊക്കെ പല ഡിമാൻഡുകളുണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടാം മോദി മന്ത്രിസഭയിലുള്ള പല മന്ത്രിമാരുടെയും സീനിയർ മന്ത്രിമാരുടെയും പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കാണുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല എക്കണോമിക് ഫേസായിട്ട് മുന്നോട്ട് പോയിരുന്ന രണ്ടാം മോദി മന്ത്രിസഭ മൂന്നാമത്തെ ടൈമിൽ ഇതിന് മുഴുവനും തടയിടും. പല റിഫോംസും, സോഷ്യൽ റിഫോംസും സ്ട്രക്ചറും, അതായത് സോഷ്യോളജിക്കൽ റിഫോംസും ഇതിനൊക്കെ തടയിടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണ് CAA ആണെങ്കിലും NRC ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ വലിയ മാറ്റമാണ് ഇതിനകത്തുനിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്.